ഉണ്ടെങ്കിലും നീയാണ് തുടങ്ങിയത്. ഇപ്പൊ കേസിന്റെ കാര്യം നീയാണ് തുടങ്ങിയത്. എന്നാൽ നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവാം. എല്ലാരും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴും അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. എന്നെ ട്രോളാൻ എനിക്കൊരു പട്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസി വെച്ചിരിക്കുകയാണ് ഒരു മിയാസ്മരിക റീൽസ്. നിന്നെ തൊടാൻ ഞാൻ ഉണ്ടടാന്ന് പറഞ്ഞുകൊണ്ട് ഹെലനോസ് പാർട്ട് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു കേസ്. ഇതാണ് വീണ്ടും സംസാര വിഷയം. അപ്പോ ഇനി ഇവർ തമ്മിൽ തല്ലിനകത്ത് ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു. വലിയ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലനോസ് പാർട്ടിയും ജാസിയും തമ്മിൽ മുടിഞ്ഞ തള്ളിനെയും വഴക്കിനെയും അടിയുടെയും ഇടിയുടെയും അവസാനം ജാസി ഹെലനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ കേസ് കൊടുത്ത വിഷയത്തിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ ബെല്ലൈക്കണൊക്കെ കൊടുത്തിട്ട് കമന്റ് ബോക്സ് എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ഇട്ടിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണും കേട്ടോ. കൂടുതൽ ആയിട്ട് കുഴപ്പമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് നടക്കാം. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലനും ജാസിയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളമായവരെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. സംഭവം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുകയല്ല കേട്ടോ, വലിയ സംഭവം അത്. ഹെലൻ ജാസി സ്ത്രീ ആയോ എന്നതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ജാസി ഹെലനെ വിളിച്ച് തുറന്നങ്ങട്ട് കാണിച്ചു. ഇതിവിടെ ഞാൻ വീണ്ടും പറയാനുള്ള കാരണമുണ്ട്, അല്ലെങ്കിൽ വരാം. തുറന്നങ്ങട്ട് കാണിച്ചു. അതിനെതിരെ ഹെലൻ വന്നിട്ട് പട്ടിത്തണ്ടി നിറച്ചിട്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയി. അതിനുശേഷം ജാസി അവിടെ നിന്ന് എന്തൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഹെലനെതിരെ എന്തൊക്കെ പറയുന്നു, അതിനെല്ലാം ഹെലൻ ഇവിടെ വന്നിട്ട് നല്ല പച്ച മലയാളത്തിൽ മറുപടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മറുപടി കൊടുത്ത് നമ്മുടെ ജാസി എന്തൊട്ട് ചെയ്തു? ജാസി ഹെലനെതിരെ കൊണ്ടിട്ട് കേസ് അങ്ങോട്ട് കൊടുത്തു. കേസ് എന്താ കൊടുത്തത്? ജാസിയെ കുണ്ടൻ എന്ന് വിളിച്ചു. ഇതാണ് കേസിന്റെ പിന്നിലെ സംഭവം. അതായത് അങ്ങനെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു. ഇതാണ് കേസിന്റെ സാധനം. എന്നിട്ട് ജാസി ഇട്ട വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. ഇത് ശരിക്കും ഒരുങ്ങിയതാണോ അതോ ഒരുങ്ങിയതാ? ജാസി ഒരുങ്ങിയതാ. മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കട. അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കേട സംഭവം. അപ്പൊ ഇത് കേസ് കൊടുത്തതിന് ശേഷം ജാസി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തൊരു റീലാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഹെലനെതിരെ പ്രതികരണമായിട്ട് വരും. ഹെലന് അത്യാവശ്യം നല്ല റീച്ചുള്ള കണ്ടന്റ് ആണ്. പുള്ളിക്കാരി കണ്ടന്റ് വെറുതെ വിടേണ്ട കാര്യമില്ല, ഫുൾ കണ്ടന്റ് അല്ലോ കോണ്ടന്റ് ആയി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇതിനെതിരെ റിയാക്ഷൻ ചെയ്തു. ആ റിയാക്ഷന്റെ ഒരു പ്രസക്ത ഭാഗം കൂടെ കണ്ടുമ്പോസ് ചെയ്യാനുള്ളത്. കേസ് കൊടുത്തു ഗൈസ്. ഹെലനോസ് പാർട്ടിക്കെതിരെ കേസ് കൊടുത്തു. കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. ഓക്കെ, കുണ്ടൻ എന്ന് ഞാൻ അധിക്ഷേപിച്ചു ജാസിനെ. ഞങ്ങളുടെ നാട്ടില്, നമ്മുടെ നാട്ടിലല്ല, ഗൂഗിളിൽ തന്നെ വിക്കിപീഡിയയിൽ ഞാൻ നോക്കിയ സമയത്ത് പിന്നെ കുണ്ടന്റെ അർത്ഥം ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഞാനും ഗൂഗിളിലൊക്കെ ചെന്നതിന്റെ ഇത് നോക്കിയായിരുന്നു. ഈ ദുർബലൻ ആ സാധനമൊന്നും ഞാൻ കണ്ടില്ല. ആ ഒരു വാക്കിന്റെ അർത്ഥമായിട്ട് കാണിച്ചത് പുരുഷൻ അല്ലെങ്കിൽ സ്വവർഗ ജാതിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾ. കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞ ഗേ. ഇതിനെ രണ്ടിനെയാണ് കുണ്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതെന്നാണ് ഗൂഗിള് പറയുന്നത്. പക്ഷെ നമ്മൾ ഗൂഗിളിൽ അങ്ങനെ എല്ലാം നോക്കി പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ പറയുന്ന പച്ച അപരാധം ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അവൻ മാന്യമായിട്ടുള്ള അർത്ഥം പറയും എന്ന് പറയുന്നത്. നമ്മൾ പക്ഷെ നമ്മുടെ ഒരു സർക്കംസ്റ്റാൻസസിൽ തെറിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് തെറിക്കൊന്നുമല്ല. ഇത് ജാസി കൊലങ്ങളെ കേൾക്കുന്ന സാധനമാണ് നമ്മുടെ നാട്ടില്. അതാണ് അതിന്റെ മലയാളം, അതാണ്. അല്ല വേറെ എന്തെങ്കിലും മലയാളം ഉണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ പറയണം, നീ സ്വജാതി സ്വവർഗ ബന്ധത്തിൽ ഏർപ്പെടുന്നവനല്ലേടാ എന്ന് ചോദിക്കണം. അപ്പൊ ഹെലൻ ഇനി അങ്ങനെ ചോദിക്കണം, നീ കുണ്ടനല്ലേടാന്ന് ചോദിക്കരുത്, നീ സ്വവർഗ ജാതീയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനല്ലേടാ എന്ന് ചോദിക്കണം. ഹെലൻ ഇനിയും തെറ്റിക്കില്ല കേട്ടോ, ഇനിയും കറക്റ്റ് ആയിട്ട് വിളിച്ചോണം. ബാക്കിയേക്കാം. ഒന്നത് നമ്മുടെ നാട്ടിൽ ചെക്കന്മാരെയൊക്കെ കുണ്ടെന്ന് പറയും. ചെക്കൻ ആണ്, നീ കറന്റ്ലി ആണാണ്, മനസ്സിലായില്ലേ? നീ നിന്റെ ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി സർജറി ചെയ്തോ ഇല്ലയോ വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് ജാസി പറഞ്ഞിട്ടുണ്ട്. വെളിപ്പെടുത്തിയിട്ടില്ല, ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ സ്ത്രീ എന്ന് വിശ്വസിക്കുന്നവർ സ്ത്രീ എന്ന രീതിയിൽ അത് സംബോധന ചെയ്യുക, പുരുഷൻ എന്ന് വിശ്വസിക്കുന്നവർ പുരുഷൻ എന്ന രീതിയിൽ അത് സംബോധന ചെയ്യുക. അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടണോ വേണ്ടയോ, അവരുടെ സെക്ഷുവാലിറ്റി പുറത്ത് പറയണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതിന് നമ്മൾ യാതൊരു തെറ്റും പറയുന്നില്ല. അത് ജാസിയുടെ വ്യക്തിപരമായ താല്പര്യമാണ്, ജാസിയുടെ ഐഡന്റിറ്റി പുറത്ത് പറയണോ വേണ്ട എന്നുള്ളത്. പക്ഷേ ജാസി അങ്ങനെ ചെയ്യുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ കൊന്തളിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ട് ഹെലനെ പോലുള്ള ആളുകൾ ഇങ്ങനത്തെ പരിപാടികളും പറയും. അതുകൊണ്ട് മനസ്സിലാക്കാം നമുക്ക്. ബാക്കി
എനിക്കതിൽ താല്പര്യമില്ലല്ലോ വെളിപ്പെടുത്താൻ വേണ്ടിട്ട്. നീ ഉമ്മാക്ക് മകനായിട്ട് ജനിച്ചവനല്ലേ, അപ്പൊ നീ ആണാണ്, പിന്നെ നീ എന്താ അടിസ്ഥാനത്തിലാണ്? എന്റെ പൊന്ന് ഹെലനെ, നീ ഉമ്മാക്ക് ആണായിട്ട് ജനിച്ചവനല്ലേ, നീ ആണല്ലേടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഒരു സർജറി ചെയ്തോ എന്നുള്ള സംശയം ചോദിച്ചതിനാണ് അണ്ണൻ പൊക്കി കാണിച്ചത്, അല്ല ഊരി കാണിച്ചത്. ഇനി ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ശരിക്കും വിളിച്ച് പൊക്കി കാണിക്കും. അണ്ണൻ അതിനൊന്നും യാതൊരു മടിയില്ല. നിനക്ക് സംശയം ഉണ്ടല്ലേടി എന്ന് ചോദിച്ചിട്ട് കാണിക്കും. മറ്റേ ലൈനകത്ത് കണി 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 കാണിച്ച പോലെ ആയി പോകും. അണ്ണൻ അതിനൊന്നും ഒരു മടിയില്ലാത്തൊരു വ്യക്തിത്വമാണ്. ഉണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പൊള്ളേണ്ട ആവശ്യം? സീരിയസ്ലി മാൻ, കുണ്ടൻ മീൻസ് മാൻ, പുരുഷനെ നമ്മളിങ്ങനെ പറയും ഒരു ആൺകുട്ടിയൊക്കെ. അങ്ങനെ പുരുഷന്മാരെ എല്ലാം കയറി അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനുള്ള പോലെ ഒരു ഫീല്. നമുക്ക് മറ്റേ അർത്ഥം തന്നെ മതി, മതി. അങ്ങനെ പറയും. പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ, നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ് നീയും ആശയും. അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ. മറ്റേ നമ്മളെ മീശ മാധവനിൽ പറഞ്ഞ പോലെ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. ശരി, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഈ അപ്പോ അത് അങ്ങനെയാണ് കേസ് കൊടുത്തതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇതിനകത്ത് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. ഇത് എന്റെ തികച്ചും സംശയം മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഒരു കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. അതായത് ജാസി ഒരു പുരുഷനായിരുന്നു, ഇപ്പോഴും പുരുഷനാണ്, എന്നാലും അതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നുണ്ട്. പുരുഷനായിരുന്നു, നമുക്ക് പാസ്റ്റ് ടെൻസിൽ തന്നെ പിടിക്കാം. ജാസി ഒരു പുരുഷനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ജാസിയുടെ കൂടെ റിലേഷൻഷിപ്പ് തുറന്ന ആശി ഒരു പുരുഷനാണ്. ആശി ഇതുവരെ പുരുഷനാണെന്നുള്ള രീതി തന്നെയാണ് പറയുന്നത്. അതും ഐഡന്റിറ്റി നമുക്ക് അറിയത്തില്ല. ആശയോടെ വന്നിട്ട് ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇമാതിരി പൊക്കി കാണിക്കുന്ന സീനൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആശയും പുരുഷനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോ പുരുഷനും തമ്മിൽ സ്നേഹത്തിലാകുകയും പുരുഷനും തമ്മിൽ ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെ വിളിക്കുന്നതാണ്, മലയാളത്തിൽ വിളിക്കുന്നതാണ് ജാസി ഇപ്പൊ പറഞ്ഞ ഹെലൻ ഇപ്പൊ ഈ പറഞ്ഞ സാധനം, അഥവാ ഗേ എന്ന് പറയുന്ന സാധനം. വളരെ മാന്യമായി ഗേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജാസിക്ക് കുഴപ്പമില്ലായിരുന്നു. വളരെ മാന്യമായിട്ട് സ്വവർഗ ജാതീയ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ജാസിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുണ്ടൻ എന്ന് പറഞ്ഞതാണ് ജാസിക്ക് കുഴപ്പം. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ എന്റെ സംശയം ഇതാണ്, അപ്പൊ നിങ്ങൾ രണ്ടുപേരും പുരുഷന്മാരായിരുന്നു. ഇപ്പോഴത്തെ കേസ് ചോദിച്ചിട്ടാണ് പുരുഷന്മാരായിരുന്നു. ഇപ്പോ ജാസി സ്ത്രീയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ജാസി പറയുന്നത്. ജാസി ഇപ്പൊ എന്ത് സർജറിയാന്ന് പറയുന്നില്ല, ഡൗൺ സർജറിയാന്ന് പറയുന്നു, അപ്പാന്ന് പറയുന്നു, ടോപ്പാണെന്ന് പറയുന്നു, മിഡിലാന്ന് എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ ജാസി സ്ത്രീയായിട്ട് മാറുമ്പോഴത്തേനും നിങ്ങൾ പുരുഷനും തമ്മിൽ ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗേ ഇനത്തിൽ തന്നെ വിടും. അപ്പൊ ഈ ജാസി സ്ത്രീയായിട്ട് മാറുമ്പോ ആശയുടെ താല്പര്യം എങ്ങനെയായിരിക്കും? അറിയാനുള്ള കൊതി കൊണ്ടാണ്. എന്നെ വിളിച്ച് ആരും പറയണ്ട, കമന്റ് ബോക്സിൽ ഇട്ടാൽ മാത്രം മതി. ആശി എന്നെ വിളിക്കേ വേണ്ട, ഞാൻ ഫോൺ എടുക്കത്തില്ല. നിങ്ങളുടെ ഒരു നിലവാരം എനിക്ക് മനസ്സിലായി, നിങ്ങൾ പൊക്കി കാണിക്കും. എനിക്ക് എന്നോട് താല്പര്യമില്ല. എനിക്കത് അപ്പോ നമ്മൾ ഈ ഗേ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അതോ ഇനി ബൈ അങ്ങനെ സംഭവമില്ലേ? എനിക്ക് കണ്ടപ്പോ മുതൽ എനിക്കൊരു സംശയം. ഈ ജാസിയുടെ സർജറി തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു സംശയം. എന്തിനാണ് എന്റെ പരിപാടി എനിക്ക് പിടിയിട്ടില്ല. നമുക്കായാലും ഹെല്ലിന് പറയാനുള്ള ബാക്കി കൂടെ കേട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു തുണിയൂരി കാണിച്ച കേസാണെന്നുണ്ടെങ്കിലും നീയാണ് തുടങ്ങിയത്. ഇപ്പൊ കേസിന്റെ കാര്യം നീയാണ് തുടങ്ങിയത്. എന്നാൽ നമുക്കിനി കേസുമായിട്ട് മുന്നോട്ട് പോവാം. ഈ ജാസിയുടെ ഒരു സെറ്റപ്പ് എന്താണെന്നറിയോ? വഴിയിലൂടെ ഒരു പാമ്പ് വെറുതെ എഴഞ്ഞു പോന്നു. ഒരു മൂർഖൻ വെറുതെ എഴഞ്ഞു പോന്നു. ഈ പാമ്പിന്റെ അടുത്ത് നിന്നിട്ട് ജാസി, നിനക്ക് തല്ലണോ? തല്ലടാ, കടിക്കണോ? കടിക്കടാ, ഒന്ന് കടിച്ച് നോക്കടാ എന്നും പറഞ്ഞിട്ട് പാമ്പിനെ ഇട്ട് വായിലിട്ട് കൈയിട്ട് പാമ്പിന്റെ നിന്ന് കടി മേടിക്കുന്ന ഒരു സ്വഭാവമാണ് ജാസി ഇപ്പൊ കാണിച്ചത്. ഈ കടിക്കടാ, കടിച്ചു നോക്കടാ എന്ന് പറയുന്നത് ജാസിയും പാമ്പായിട്ട് വന്നു ഹെലനും. മര്യാദക്ക് അതിലെ പോയൊരു പാമ്പിന്റെ വായി കൊണ്ട് കൈയിട്ടിട്ട് കടിക്കടാ, ഒന്ന് കടിച്ചു നോക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പാമ്പ് കയറി കടിച്ചു. അതിനകത്ത് യാതൊരു സംശയവും. അതാണ് സംഭവം. ഇപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി നമ്മുടെ ഹെലനെതിരെ കൊണ്ട് കേസ് കൊടുത്തെന്താ, സോഷ്യൽ മീഡിയയിൽ കുണ്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ഇതാണ് കേസ്. ഹെലൻ തിരിച്ചൊരു ഇൻഡാസ് കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. ഹെലൻ ഇതിനകത്ത് പറയുന്നുണ്ട്, ഹെലൻ ഉറപ്പായിട്ട് കൊടുക്കും. ആ കേസ് എന്തായിരിക്കും? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഒരു പുരുഷനായിട്ടുള്ള ആള് തുണിയൂരി കാണിച്ചു. ഇതായിരിക്കും കേസ്. അപ്പോ ജാസി കള്ളത്തോട് കള്ളം കൊറ്റകുളങ്ങര അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്ത്രീയായിട്ട് മാറിയല്ലാണ്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നത് ഞാൻ സർജറി ചെയ്യാൻ പോവാണ്, സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നത് എനിക്ക് സർജറി ചെയ്തില്ലെന്ന് പറയാൻ താല്പര്യമില്ല. ഇങ്ങനെ പല കള്ളങ്ങളാണ് ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് ട്രാൻസ് ID കാർഡ് ഉണ്ടെന്നൊക്കെ ജാസി അവകാശപ്പെടുന്നുണ്ട്. അപ്പോ ഹെലൻ ഇങ്ങനെ കേസ് കൊടുക്കുമ്പോഴത്തേനും ജാസി തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിർബന്ധിതനാകും.
അപ്പൊ താങ്കളുടെ ഐഡന്റിറ്റിയിൽ ഒരു പുരുഷൻ എന്ന സാധനമാണ് വരുന്നതെങ്കിൽ ഒരു പെണ്ണിനെ തുണി പൊക്കി കാണിച്ചതിന് താങ്കൾക്ക് പണി കിട്ടും. ഇനി മറ്റൊരു സാധനം, ഇനി ഈ തുണി പൊക്കി കാണിച്ചതിന് തെളിവില്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് പലപ്പോഴായിട്ട് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും വഴിയെ പോയ വയ്യാവേലി ഏണി എടുത്ത് തലക്ക് വെച്ച് ജാസി ഈ വിഷയത്തിൽ പെടും എന്നാണ് എന്റെ ഒരു അനുമാനം. നമുക്ക് എല്ലാരും എന്റെ കമന്റ് സെക്ഷനിൽ വന്നിരുന്ന് പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള അടിയല്ലേ, സോഷ്യൽ മീഡിയയിൽ തന്നെ തീരട്ടെ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന. കേസുമായിട്ടൊന്നും പോണ്ട, ഇതിപ്പം കുറച്ചു ദിവസം ഇങ്ങനെ ഓടും, അത് കഴിഞ്ഞാൽ നിൽക്കും എന്നുള്ള രീതിയിൽ, കേസൊന്നും വേണ്ട, ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല അല്ലെ? ഞാനും പോകുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ട്, നമുക്ക് കാണാം. ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ആണുമല്ല നീ, പെണ്ണുമല്ല നീ, ഒന്നുമല്ല. നീ ഓരോ ഐഡന്റിറ്റി ഇല്ലാത്ത നീയാണോ? സ്ത്രീയായിട്ട് ജനിച്ചിട്ട് സ്ത്രീയായിട്ട് ജീവിക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനാണോ? നമുക്ക് കാണാം. കേട്ടില്ലേ? പിന്നെ കുണ്ടൻ എന്നുള്ളതിന്, കുണ്ടൻ എന്നുള്ള ഒരു സംഭവത്തിന് പിന്നെ ഡിക്ഷണറിയിലുള്ളത് ഞാൻ ഇവിടെ കൊടുത്തു. രണ്ട് തരത്തിലുള്ള മീനിങ് ഉണ്ട്. രണ്ടും ഇവര് പറ്റും, രണ്ടുപേരും പറ്റും. ഇതിനകത്ത് ഇതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഹെലൻ കൊണ്ട് തിരിച്ചൊരു മറുപടി കേസ് കൊടുക്കും. ആ മറുപടി കേസിനകത്ത് ജാസി വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഇരുന്ന് അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ജാസി സ്വാഭാവികമായിട്ടും ജാസിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തതിൻ്റെതായിട്ട് വരും. ഇത് കേസായിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ ആവശ്യമില്ലാത്ത വള്ളി എന്തിനാ പിടിക്കുന്നേ? ഈ കേസിന്റെ സീൻ എന്തായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ഈ വിഷയത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ജാസി ഇതിനകത്ത് പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ വിളിച്ച് തുണി ഉരി കാണിച്ചു എന്നുള്ളതാണല്ലോ കേസ്. മറ്റേ മീശ മാധവന്റെ അകത്ത് പറയുന്ന കേസ് പോലത്തെ ഒരു കേസാണ്. കേസിന് ഏതെങ്കിലും വ്യാപ്തി ഉണ്ടാകും, കാരണം ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ ഹെലൻ പണ്ട് ഇതുപോലെ ഹെലന്റെ എന്തോ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ വെച്ച് എന്റെ കേസിന്റെ ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ ഹെലൻ പെടും എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില വിഷയങ്ങളുമായിട്ട് ഞാൻ വരാം. ഇപ്പൊ ഇനി ഹെലന്റെ വിഷയത്തിൽ അധികം നമ്മൾ തലയിടേണ്ടതാണ് എന്റെ ഒരു ഇത്. നിങ്ങളുടെ ഒരു ഇതും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്